PV അൻവർ MLA ചില വെളിപ്പെടുത്തലിനെ തുടർന്ന് ആരും പ്രതീക്ഷിക്കാത്ത കുറച്ച് കാര്യങ്ങളാണ് പുറത്തു വന്നത്. ഈ ആരോപണത്തെ തുടർന്ന് സർക്കാരും പ്രതിസന്ധി നേരിട്ടിരുന്നു. കാരണം ആഭ്യന്തര വകുപ്പ് ചുമതലയിലുള്ള മുഖ്യമന്ത്രിയുടെ സേനയ്ക്ക് നേരെയാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ക്രമസമാധാന ചുമതലയിലുള്ള ADGP അജിത് കുമാറിനെതിരെയുമാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇടതുപക്ഷത്തെ MLA തന്നെയാണ് ഈ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നതെന്നും നിർണായകം തന്നെയാണ്. ഇപ്പോൾ ഇതാ PV അൻവർ MLA കുടുംബത്തിന് നേരെ വധഭീഷണി ഉയർന്നിരിക്കുകയാണ്. ഊമക്കത്തിലൂടെയാണ് വധഭീഷണി എത്തിയത്. കുടുംബത്തെ അപായപ്പെടുത്തുമെന്നാണ് ഭീഷണി സന്ദേശത്തിൽ പറയുന്നത്. ഭീഷണിക്കത്ത് PV അൻവർ പോലീസ് മേധാവിക്ക് കൈമാറിയിട്ടുണ്ട്. കുടുംബത്തിന് പോലീസ് സംരക്ഷണം ഒരുക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. ADGP MR അജിത് കുമാർ അടക്കം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് വധഭീഷണി എത്തിയത്. ഇതിന് പിന്നിൽ ആരാണെന്നോ എന്താണെന്നോ വ്യക്തമല്ല. അടുത്തിടെ ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയിരുന്നു. എന്നാൽ അജിത് കുമാറിനെ മാത്രം സ്ഥലം മാറ്റാനുള്ള നടപടി സർക്കാർ സ്വീകരിച്ചിരുന്നില്ല. അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്നടക്കമുള്ള ആരോപണവും പ്രതിഷേധവും ഉയർന്നിരുന്നു. അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിലനിർത്തുന്നത് തന്നെ കുരുക്കാനാണെന്ന് അൻവർ നേരത്തെ ആരോപിച്ചിരുന്നു. PV അൻവറിന്റെ ആരോപണത്തിൽ കഴിഞ്ഞ ദിവസം ADGPയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. മണിക്കൂർ നീണ്ട മൊഴിയെടുപ്പ് പൂർണ്ണമായി വീഡിയോയിൽ ചിത്രീകരിച്ചു. അതിനിടെ അജിത് കുമാറിനെതിരെ ഉയർന്ന സാമ്പത്തിക ആരോപണങ്ങളിൽ വിജിലൻസ് അന്വേഷണത്തിന് DGP ശുപാർശ ചെയ്തിട്ടുണ്ട്. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച മുതൽ മലപ്പുറം SP ക്യാമ്പ് ഓഫീസിലെ മരമുറി വരെയുള്ള പരാതികളിലാണ് അജിത് കുമാറിന്റെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയത്. മൊഴിയെടുപ്പും മറ്റുമുള്ള നടപടികൾ ഉണ്ടെങ്കിലും ഒരു പൂർണ്ണമായ നിയമ നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇടത് MLA PV അൻവറിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ഇടതു സർക്കാർ വിവാദത്തിലായിരുന്നു. സർക്കാരിന് നേരെയും ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ ഉയരുന്ന തരത്തിലുള്ള ആരോപണമായിരുന്നു അത്. നിയമപാലകർക്കെതിരെ ഉയർന്ന ആരോപണം വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. കേരള രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചു കുലുക്കിയതായിരുന്നു ഈ വിഷയം. സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് MR അജിത് കുമാർ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട് എന്നും പത്തനംതിട്ട SP സുജിത് ദാസിനെ കസ്റ്റംസിലുള്ള ബന്ധം കോഴിക്കോട് വിമാനത്താവളത്തിൽ സ്വർണം കടത്താൻ ഉപയോഗിച്ചു എന്നുമാണ് അൻവർ MLA ആരോപിച്ചത്. ഈ വിഷയം ഉയർന്നതോടെ തന്നെ വിവിധ രാഷ്ട്രീയ നേതാക്കൾ രംഗത്തെത്തുകയും മുഖ്യമന്ത്രിയെ അധിക്ഷേപിക്കുകയും ചെയ്തിരുന്നു. ഇത്തരമൊരു ആരോപണം ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഈ ആരോപണത്തെ എതിർക്കുകയോ നിഷേധിക്കുകയോ ഇടത് സർക്കാർ ചെയ്തിരുന്നില്ല. മാത്രമല്ല, ഈ വിഷയത്തിന്റെ എല്ലാ വശവും ഗൗരവമായി പരിശോധിക്കുമെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത്. ഏതൊരു വിഷയത്തെക്കുറിച്ചും മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് പ്രസംഗിക്കുന്ന MV ഗോവിന്ദൻ പോലും ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ഇങ്ങനെയാണ്. അതേസമയം മലപ്പുറം SPയുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറി കേസ് അട്ടിമറിക്കാൻ ഉന്നതരുടെ ഇടപെടലുകൾ നടന്നിട്ടുണ്ട് എന്നും പുറത്തു വന്നിരുന്നു. DIG അജിത് ബീഗവും പരാതി ഒതുക്കാൻ ശ്രമിച്ചുവെന്ന് PV അൻവർ MLAയുമായുള്ള ഫോൺ സംഭാഷണത്തിൽ SP സുജിത് ദാസിന്റെ വെളിപ്പെടുത്തൽ. PV അൻവറിനോട് പരാതി പിൻവലിക്കാൻ ആവശ്യപ്പെടണമെന്ന് DIG പറഞ്ഞതായും അല്ലെങ്കിൽ പ്രശ്നമാകുമെന്ന് പറഞ്ഞതായാണ് സുജിത് ദാസിന്റെ വെളിപ്പെടുത്തൽ. SP ക്യാമ്പ് ഓഫീസിലെ മരമുറി കടത്തിയെന്ന കേസിലെ പരാതി പിൻവലിച്ചാൽ ജീവിതകാലം മുഴുവൻ താൻ കടപ്പെട്ടിരിക്കുമെന്ന് MLA PV അൻവറിനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നതിന്റെ ഫോൺ സംഭാഷണം പുറത്തു വന്നിരുന്നു. ഇത്തരത്തിൽ കൂടുതൽ ആരോപണം ഉയർന്നതോടെ സർക്കാരിന്റെ പ്രതിസന്ധി രൂക്ഷമായിരുന്നു. തുടർന്ന് CPIM ബ്രാഞ്ച് സമ്മേളനത്തിലും പോലീസിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നു വന്നത്. ആഭ്യന്തര വകുപ്പിലെ പോലീസിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഫലം തോൽവിയായിരിക്കുമെന്ന വിമർശനമാണ് ഉയർന്നു വന്നത്. ക്രമസമാധാന ചുമതലയിലുള്ള ADGP MR അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കുമെതിരെ നിലമ്പൂർ MLA PV അൻവർ ഉയർത്തിയ ആരോപണങ്ങളെ CPM ബ്രാഞ്ചുകൾ ചർച്ച ചെയ്തു. അൻവറിന്റെ ആരോപണത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യം തന്നെയാണ് ഇവർ ഉയർത്തിക്കാട്ടിയത്. പോലീസ് ഉദ്യോഗസ്ഥനും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനും നേരെയും ഉയർന്ന ഈ ആരോപണത്തിൽ ചില രാഷ്ട്രീയ കളികൾ നിലനിൽക്കുന്നു എന്ന വിമർശനവും ഒരു ഭാഗത്ത് ഉയർന്നു വരുന്നുണ്ട്. ഇടതു അനുഭാവിയായ PV അൻവർ ഇത്തരത്തിൽ ഇടതു സർക്കാരിന് നേരെ തിരിഞ്ഞുകൊണ്ട് ഇത്തരം വിഷയം ആരോപിക്കണമെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യവും ഗൂഢാലോചനയും ഉണ്ടെന്നാണ് ഉയർന്നു വരുന്നത്. ഇത്തരത്തിൽ ശശിയെ സംശയമുനയിൽ നിർത്തിക്കൊണ്ട് പിന്നിലൂടെ മറ്റെന്തെങ്കിലും നേടാനുള്ള ശ്രമമാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ ശശിയുടെ മേൽ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തെ എല്ലാ തരത്തിലും മാറ്റി നിർത്തി മന്ത്രി മുഹമ്മദ് റിയാസിനെ ആഭ്യന്തരം നൽകാനുള്ള നീക്കമാണെന്നാണ് പൊതുവെ ഉയർന്ന ആരോപണം. എല്ലാത്തിനുമുള്ള മറുപടി നൽകേണ്ടത് എന്തായാലും മുഖ്യമന്ത്രി തന്നെയാണ്. മുഖ്യമന്ത്രി കൂടി പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അൻവർ MLAയുടെ ആരോപണത്തെ തുടർന്ന് നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. ഇതോടെ സേനയിലെ പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയിരുന്നു. അതിനിടയിൽ അജിത് കുമാറിനെതിരെ വേറെയും ചില ആരോപണങ്ങൾ ഉയർന്നു വന്നു.
കഴിഞ്ഞ മണ്ഡലമാസത്ത് അനധികൃതമായി 10 ലൈസൺ ഓഫീസർമാരെയാണ് ഇദ്ദേഹം നിയമിച്ചത്. നിലവിൽ ഒരാളെ മാത്രം നിയമിക്കാനുള്ള അധികാരം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. എന്നാൽ നിയമവിരുദ്ധമായാണ് ഇവരെ നിയമിച്ചത്. ഇതിനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡ് അടക്കം രംഗത്ത് വന്നിരുന്നു. ഇതുകൂടാതെ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയടക്കം ADGP അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ ഘടകകക്ഷികൾക്ക് കടുത്ത അതൃപ്തി നിലനിൽക്കെ LDF യോഗം തിരുവനന്തപുരത്ത് നടന്നിരുന്നു. അജിത് കുമാറിനെ മാറ്റണമെന്ന നിലപാടിലാണ് CPI വരെ ഇടത് സർക്കാരിനെതിരെ തിരിഞ്ഞു നിൽക്കുകയാണ്. അതുപോലെ തന്നെ മാമി തിരോധാനത്തിലും അജിത് കുമാറിന്റെ ഇടപെടലുകൾ കാണാൻ സാധിക്കും. അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്താത്തതിനെ തുടർന്ന് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് നൽകണമെന്ന ആവശ്യവുമായി കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. പിന്നാലെ പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. മലപ്പുറം SP-യുടെ മേൽനോട്ടത്തിൽ പുതിയ സംഘത്തെ ADGP അജിത് കുമാറാണ് നിയോഗിച്ചത്. ഈ ADGP അജിത് കുമാറിനെതിരെയാണ് അൻവർ MLA ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോഴുണ്ടായിരുന്ന അന്വേഷണവും തൃപ്തികരമല്ലെന്ന് കുടുംബം നേരത്തെ പ്രതികരിച്ചിരുന്നു. അൻവർ MLA സൂചിപ്പിക്കുന്നതിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഈ സന്ദർഭവും വിഷയങ്ങളുമെല്ലാം. കാരണം അന്വേഷണം ക്രൈംബ്രാഞ്ചിന് നൽകണമെന്നാണ് വീട്ടുകാരുടെ ആവശ്യം. ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറാമെന്നാണ് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയത്. എന്നാൽ എന്തുകൊണ്ട്, അല്ലെങ്കിൽ എന്തിനെ ADGP അജിത് കുമാറിന് അന്വേഷണം കൈമാറിയെന്ന വലിയ ചോദ്യം അവിടെ ഉയരുകയാണ്. സ്വർണ്ണക്കടത്തിന് വേണ്ടിയായിരുന്നു ഇതെല്ലാമെന്നാണ് അൻവർ ആരോപിക്കുന്നത്. ഇത്തരത്തിൽ ഒരു കൂട്ടം ചോദ്യങ്ങളാണ് ഇയാൾക്കെതിരെ ഉയർന്നു വരുന്നത്. അതേസമയം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കും ADGP അജിത് കുമാറിനുമെതിരെ ആരോപണം ഉന്നയിച്ച അൻവർ ഒരാഴ്ച മുൻപ് ADGPക്കും സുജിത് ദാസിനുമെതിരെ പരാതി നൽകിയിരുന്നു. അദ്ദേഹം ഇപ്പോൾ വീണ്ടും തലസ്ഥാനത്ത് എത്തിയത് ശശിക്കെതിരെ പരാതി നൽകാനാണെന്ന സൂചനയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. പരാതി നൽകിയാൽ മുഖ്യമന്ത്രി അത് പരിശോധിച്ച ശേഷം പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്ക് തന്നെ കൈമാറുമെന്നും അതുകൊണ്ട് കാര്യമില്ല എന്നുമാണ് അൻവർ പറഞ്ഞത്. അതിനാൽ ആരോപണങ്ങൾ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവനായ DGPക്കും പാർട്ടി സെക്രട്ടറിക്കും അദ്ദേഹം പരാതി നൽകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന.